നമ്മൾ റിയ ബേബിയിലേക്ക് വീണ്ടും പോവുകയാണ്. റിയ അവിടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണുള്ളത്. റിയ, ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഉമാ തോമസിനെ അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത്, നേരത്തെ ഈ ബുള്ളറ്റിൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മാസ്റ്റർ അത് പറയുന്നുണ്ടായിരുന്നു, ഒരു അത്രയേറെ പരിക്കേറ്റ ഒരാളെ ആംബുലൻസിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട ഒരു ശ്രദ്ധയുണ്ടല്ലോ, പ്രാഥമികമായി അതുപോലും ഉണ്ടായില്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയാണ്. റിയ, മാധു, ഈ അപകടം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ 14 അടി മുകളിൽ നിന്ന് ഉമാ തോമസ് MLA താഴേക്ക് വന്ന് വീഴുകയായിരുന്നു. താഴെ നിന്ന ആളുകൾ വലിയ പരിഭ്രാന്തിയിലായി. അതിൽ ചിലർക്ക് ആരാണ് വീണതെന്ന് പോലും മനസ്സിലായില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരടക്കം ഉമാ തോമസ് MLA ആണെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവിടെ കൂട്ടം കൂടി നിന്ന് വോളണ്ടിയേഴ്സ് പരിപാടി കാണാൻ വന്നവരൊക്കെ ചേർന്ന് ഇവരെ തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, സാധാരണ ഇത്തരം അപകടം നടക്കുമ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ അത് ഒരു റോഡരികിൽ നടന്ന അപകടമല്ല. ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ആംബുലൻസ് സംവിധാനമാണ്. ആളുകൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരെ കൊണ്ടുപോകാനുള്ള സ്ട്രക്ചർ അടക്കമുള്ള സംവിധാനം ആ പരിപാടിയുടെ ഭാഗമായി ഉറപ്പുവരുത്തേണ്ടത് സംഘാടകരാണ്. ഇവിടെ അതുണ്ടായില്ല. സംഘാടകർക്ക് ഇത് കൊണ്ടുപോകാൻ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരാളുണ്ടായിരുന്നില്ല. ആ ഉമാ തോമസിന്റെ വീഴ്ചയിലുണ്ടായ ആഘാതവും അതിനുശേഷം അവരെ എടുത്ത് കൊണ്ടുപോയി ഈ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്ന് നിലത്ത് വീണ്ടും വെക്കുന്നു. അത് ആളുകളെ തെറ്റുപറയാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി അവർ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ എന്തുകൊണ്ട് അവിടെ ഉണ്ടായില്ല, ഈ സംവിധാനങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. ആ നിലത്ത് കിടത്തി അവിടെ നിന്ന് വീണ്ടും നമുക്ക് ആ ദൃശ്യം ഒന്നുകൂടെ കാണേണ്ടതുണ്ട്. ദയവായി തുടരുക ആ ദൃശ്യങ്ങളിലേക്ക്. ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് അപകടത്തിൽപ്പെട്ട ഒരാളെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നത്. സ്ട്രെച്ചർ അവിടെ നിർബന്ധമായിരുന്നു. സ്ട്രെച്ചർ ഉണ്ടാകണം, അതോടൊപ്പം തന്നെ സ്ട്രെച്ചർ ലോക്ക് ചെയ്യണം. ആ ബോഡിക്ക് മറ്റ് ഉടവുകൾ തട്ടാതെ വേണം ആ ശരീരം ആംബുലൻസിലേക്ക് കയറ്റേണ്ടത് എന്നൊക്കെയുള്ള പ്രാഥമികമായിട്ടുള്ള പരിഗണന പോലും നൽകാതെ വലിച്ചുവാരി കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഒരു പക്ഷേ ഇത്തരം രീതിയിൽ ഒരു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ട ആംബുലൻസ് സംവിധാനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലേ? ഇല്ല മാർഷൽ, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിന്റെ പ്രധാന ഗേറ്റാണ്. ആളുകൾ കയറിയുന്ന പ്രധാന ഗേറ്റിലൂടെയാണ് ഉമാ തോമസ് MLA പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സാധാരണഗതിയിൽ ഒരു ഇത്തരം വലിയ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ ആംബുലൻസുകൾ ക്രമീകരിക്കേണ്ടത് അവിടെ തന്നെയാണ്. അവിടെ മറ്റു വാഹനങ്ങൾ വന്ന് ബ്ലോക്ക് ചെയ്യാതെ ഈ എമർജൻസി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തേണ്ടതാണ്. ഇവിടെ ബാരിക്കേഡ് വെച്ച് ആ ഏരിയ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഈ MLA പോലീസ് ജീപ്പിന്റെയും മറ്റു വാഹനത്തിന്റെയും ഇടയിലൂടെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഈ ആംബുലൻസ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. അതുതന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. കാരണം വാരിയിലടക്കം പൊട്ടിയൊരു സ്ഥിതി ഉണ്ടായിരുന്നു. നേരത്തെ ഡോക്ടർമാർ പറഞ്ഞത് ലങ്സിലേക്ക് രക്തം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു രോഗിയാണ് ഈ സംഘാടകരുടെ സുരക്ഷാ ക്രമീകരണത്തിലെ വീഴ്ച കാരണം ഇത്തരത്തിൽ അശാസ്ത്രീയമായി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആളുകളെ ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം കൺമുന്നിലേക്ക് ഒരാൾ വന്ന് വീണപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതല്ലായിരുന്നു അവിടെ വേണ്ടത്. അവിടെ കൃത്യമായ സംവിധാനം വേണമായിരുന്നു. ആളുകൾക്ക് അപകടം വന്നാൽ അവരെ കൊണ്ടുപോകാനുള്ള സ്ട്രക്ചർ, മെഡിക്കൽ സംവിധാനം അവിടെ വേണമായിരുന്നു. ഈ സ്റ്റേജിന്റെ പിൻവശത്തായിരുന്നു ഇതിന്റെ ആംബുലൻസ് ഉണ്ടായിരുന്നത്. ആ ആംബുലൻസിലായിരുന്നു ഡോക്ടർമാരുണ്ടായിരുന്നത്. ഈ ഉമാ തോമസ് MLA കയറ്റി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യം അവിടേക്ക് ഒരു ആംബുലൻസ് വരികയും അതിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായി വന്ന ആംബുലൻസ് തന്നെയാണ്. പക്ഷേ അത് കൃത്യമായി അറേഞ്ച് ചെയ്യേണ്ട സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. സ്റ്റേജിനകത്ത് ഇങ്ങനെ ഒരു അപകടം വന്നാൽ നേരിടാനുള്ള
പരിചിതമുള്ള ആളുകൾ പോലും സംഘാടകർ സ്റ്റേജിനകത്ത് ക്രമീകരിച്ചിരുന്നില്ല എന്നത് വലിയ വീഴ്ചയെ തന്നെ കാണണം. അത് തെളിയിക്കുന്നത്, അത് സാധൂകരിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. വളരെ അശാസ്ത്രീയമായി അവരെ അവിടെ കൂടിയിരുന്ന പരിപാടി കാണാനെത്തിയിരുന്ന ആളുകൾക്ക് എടുത്ത് പൊക്കി വലിച്ച് കൊണ്ടുവന്ന് നിലത്ത് കിടത്തി അവിടെ നിന്ന് വീണ്ടും തൂക്കിയെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റേണ്ടി വന്നു. ആംബുലൻസിൽ കയറ്റിയിട്ട് ഈ ആളുകൾക്ക് ഇത് പരിചിതമുള്ള മനുഷ്യരല്ല. അതുകൊണ്ട് തന്നെ ആംബുലൻസിൽ കുറച്ചധികം ആളുകൾ 2-3 ഒരു മിനിറ്റോളം അവിടെ തുടരുന്നു. പിന്നെ ആളുകൾ ബഹളം വെച്ചിട്ട് അവരോരോരുത്തരെ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ടാണ് ഈ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയത്. പരിചിതമുള്ള ആളുകളായിരുന്നെങ്കിൽ സ്ട്രക്ചർ കൊണ്ടുവന്ന് അവരെ കയറ്റി അതിവേഗം കൊണ്ടുപോകാമായിരുന്നു. ഇത് റോഡരികിൽ നടന്ന ഒരു അപകടത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. കൃത്യമായി മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി സമയം ക്രമീകരിച്ച് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ്. അവിടെ ഇത്തരം കുട്ടികൾ പങ്കെടുത്ത 11,600 കുട്ടികൾ പങ്കെടുത്ത പരിപാടിയാണ്. അവിടെ കുഞ്ഞുങ്ങൾ ഇത്രയും മണിക്കൂർ കാത്തിരുന്ന പരിപാടിയാണ്. അവർക്കൊരു തലകറക്കം ഉണ്ടായാൽ അവരെ കൊണ്ടുപോകാനുള്ള ക്രമീകരണം അവിടെ ഏർപ്പെടുത്തേണ്ടതായിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഒരു കാഷ്വാലിറ്റി അവിടെ സംഭവിച്ചിരിക്കുന്നു. അത് നേരിടാൻ ഒരു സംവിധാനം അവിടെ ഉണ്ടായില്ല എന്ന് പറയുന്നത് നേരത്തെ ഫയർഫോഴ്സ് അടക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ മെഡിക്കൽ സംവിധാനം അടക്കം കൃത്യമായി ഏർപ്പെടുത്തുന്നതിൽ വന്ന വീഴ്ചയായി തന്നെ കണക്കാക്കണം. എന്തായാലും ആംബുലൻസ് കൃത്യമായി അവിടേക്ക് എത്താൻ കഴിഞ്ഞത് കൊണ്ട് ആളുകൾക്ക് സമയം വൈകിക്കാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ആശ്വാസകരമായ വസ്തുത. അപ്പോഴും വിശദമായ വിവരങ്ങൾ നൽകിയത്. ആകെ അങ്കലാപ്പിലായി പോയ ആളുകൾ ഉമാ തോമസിനെ വാരിയെടുത്ത് കൊണ്ടുപോകുന്ന അതിനിടയിൽ ഒന്ന് വീണ്ടും താഴെ വെക്കുന്നു, വീണ്ടും വാരിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ശാസ്ത്രീയമായി പാലിക്കേണ്ട കൃത്യമായ നടപടികൾ ഉണ്ടായില്ല. അതൊരു ഗോൾഡൻ അവറാണ്. അതായത് ഒരാൾ വീഴുമ്പോൾ ആ വീഴുന്ന സമയത്ത് നമ്മളതിനെ എങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നു എന്നതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ ഡോക്ടേഴ്സിന് പോലും ചെയ്യാൻ സാധിക്കുക. അതിനകത്തൊരു ശാസ്ത്രീയമായ ഇടപെടൽ ഉമാ തോമസിന്റെ കാര്യത്തിൽ സംഘാടകർ അല്ലെങ്കിൽ ആംബുലൻസിലൊക്കെ എത്തുമ്പോൾ ഉണ്ടായില്ല എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്.